ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്രയും ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നറുനെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ബട്ടറെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത്രയും ഉള്ളി ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. ചുവന്നുള്ളി തന്നെ എടുക്കണം, സവാളയ്ക്ക് അത്രയും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആ ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം. എന്നിട്ട് വേണം ബാക്കി ചേരുവകൾ ചേർക്കാൻ. അപ്പം നമ്മൾ ബീഫൊക്കെ പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു റൈസ് നിങ്ങൾ ബീഫ് ചേർത്ത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ ഇത്രയും ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കുമ്പോഴാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒത്തിരി എരിവൊന്നും വേണ്ട. അതുകൊണ്ടൊരു 4 പച്ചമുളക് ഇതുപോലെ മുറിച്ചത്, പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ ഒരു ഇച്ചിരി പണിയുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഇതുണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ 1 സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിൽ മസാല എന്ന് പറയാൻ ഒത്തിരി മസാലകളൊന്നും ചേർക്കുന്നില്ല. പെരിഞ്ജീരകം ചേർത്തു. ഇനി ഒരു 3/4 സ്പൂണോളം മീറ്റ് മസാല, പിന്നെ എരിവിന് ഒരു 3/4 സ്പൂണ് കാശ്മീരി മുളക് പൊടി, എരിവിനും കളറിനും വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാൻ. ഇപ്പം മുളകൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കിലോ ബീഫാണിതാ. ഈ ബീഫ് ഞാൻ കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് വെള്ളം വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ബീഫ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് ഇതിൽ കിടന്ന് മിക്സ് ആവണം. അപ്പോൾ ബീഫിൽ നല്ലപോലെ കുരുമുളക് പൊടി ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് റൈസ് ചേർക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ബീഫിൽ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. എപ്പോഴെങ്കിലും മീറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഇപ്പം നല്ല യോജിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മുറി തേങ്ങയുടെ 2/2 പാല് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ആ മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തും മീറ്റിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്പം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്നാൽ മാത്രമേ ആ മസാല മീറ്റിൽ പിടിക്കുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അതാ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ആ ഒഴിച്ച തേങ്ങാപ്പാലെല്ലാം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മസാലയെല്ലാം മീറ്റിലേക്ക് പിടിച്ചിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാനൊരു 3/4 കിലോ ബിരിയാണി റൈസ്
വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണി റൈസ് വേവിച്ചത് ഒരു 4 ഏലക്ക ചതച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിന് റൈസിനുള്ള കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 3/4 വേവിന് എടുത്ത ബിരിയാണി റൈസാണിത്. അപ്പോൾ അത് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഈവൻ പച്ചരി കൊണ്ടും നമുക്കിത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന സാധാ അരി കൊണ്ടും ഇത് ചെയ്യാം. ബിരിയാണി റൈസ് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. എന്നിട്ടിത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 വേവിന് നമ്മൾ ബിരിയാണി റൈസ് വേവിച്ച് വാർത്തെടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവരുത്, നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ആ 1 മുറി തേങ്ങയുടെ 1/4 പാലാണ്. ആ 1/4 പാൽ മുഴുവൻ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 പാലിൽ കിടന്നിട്ടാണ് ഈ ഇറച്ചിയും ചോറും നന്നായിട്ട് യോജിക്കേണ്ടത്. അപ്പോൾ ഇത് പാലൊഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് വീണ്ടും മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ശരിക്കും തിള വന്നു തുടങ്ങി. ഈ സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം, നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതായിട്ടില്ല കേട്ടോ. ഇനി കുറച്ചും കൂടിയും പാല് വറ്റാനുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാലെല്ലാം വറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി മൂടി വയ്ക്കാം. അപ്പോൾ അതേ തേങ്ങാപ്പാലെല്ലാം വറ്റിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. കണ്ടോ, ഇത് എടുക്കുമ്പോൾ തന്നെ മൂക്കിൽ ഇങ്ങനെ അതിൻ്റെ ഗന്ധം വരുമ്പോൾ നല്ല ടേസ്റ്റ് അനുഭവപ്പെടും. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. എന്നിട്ടിത് ചൂടോടെ കഴിക്കുകയും വേണം. ഇതിന് വേറെ യാതൊരു സൈഡ് ഡിഷും വേണ്ട, ഇത് മാത്രം കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വരാം. താങ്ക്